എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി കിരൺ. പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മെൽറ്റ് ആൻഡ് പോർ സോപ്പ് മേക്കിങ്ങിലെ ഒരുപാട് കസ്റ്റമൈസേഷൻസ് നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ മെൽറ്റ് ആൻഡ് പോറിന് ഒരു കൺക്ലൂഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് മെൽറ്റ് ആൻഡ് പോറിനെ കുറിച്ച് ഏകദേശം ചെറിയൊരു ധാരണയുള്ള ഒരാൾക്ക് മെൽറ്റ് ആൻഡ് പോറിലെ മാക്സിമം കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ മെഷർമെൻറ്റ്സ് ആയാലും ബാക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെൻഡിങ് ഉള്ള 2 റിക്വസ്റ്റ്, ഒന്ന് മുൾട്ടാനി മിട്ടി സോപ്പും ഒന്ന് ബേബി സോപ്പുമാണ്. രണ്ടും നമ്മൾ വരും വീഡിയോസിൽ തീർച്ചയായും ഉൾക്കൊള്ളിക്കുന്നതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, മെൽറ്റ് ആൻഡ് പോർ സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എപ്പിസോഡ് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും പോയി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മെൽറ്റ് ആൻഡ് പോർ സോപ്പ് മേക്കിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് സോപ്പ് ബേസ് ആണ്. സോപ്പ് ബേസ് പലതരത്തിലുണ്ട്. ഗ്ലിസറിൻ സോപ്പ് ബേസ് ഉണ്ട്, ഗോട്ട് മിൽക്ക് ഉണ്ട്, ബേബി സോപ്പ് ബേസ് ഉണ്ട്, കോക്കനട്ട് ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ചാർക്കോളിന്റെ ബേസ് ഉണ്ട്, മിന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബേസുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. നമ്മൾ ഏത് ബേസ് എടുക്കാന്ന് വെച്ചാലും നമ്മൾ എടുക്കുന്ന ബേസ് 100 ഗ്രാമിന്റെ ഒരു സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 102 മുതൽ 105 വരെ ബേസ് നമ്മൾ എടുക്കാറുണ്ട്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഈ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ആ പാത്രത്തിന്റെ മേക്ക് ചെയ്യുന്ന പാത്രത്തിന്റെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വേസ്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഫൈനൽ സോപ്പിൽ ആ ഒരു വെയിറ്റ് കുറവും നമുക്ക് കാണിക്കാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ കുറച്ച് ബേസ് കൂടുതലായിട്ട് എടുക്കും. നമ്മുടെ ഫൈനൽ സോപ്പ് 100 ഗ്രാമിൽ തന്നെ നിൽക്കാറുണ്ട്, 100-ലോ 102-ലോ ഒക്കെ നിൽക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. അടുത്തത് അഡിറ്റീവ്സ്. അഡിറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത്, ബേസിലോട്ട് നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത് അതാണ് അഡിറ്റീവ്സ്. നമ്മുടെ സ്കിന്നിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അഡിറ്റീവ്സിനെ തീരുമാനിക്കുന്നത്. അഡിറ്റീവ്സ് പലതരത്തിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പൗഡർ ഫോമിലുള്ള അഡിറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്. പൗഡർ ഫോമിലാവുമ്പോൾ നമ്മൾ നീം പൗഡർ ആവാം, തുളസി പൗഡർ ആവാം, പലതരത്തിലുള്ള ഹെർബൽ പൗഡേഴ്സോ എന്തെങ്കിലും മഞ്ചിഷ്ടോ എന്തെങ്കിലും പൗഡേഴ്സ് ആവാം. ഈ പൗഡർ ഫോമിലുള്ള എന്ത് നമ്മൾ ബേസിലോട്ട് ആഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ 2 ഗ്രാം ആണ് പൗഡർ ആഡ് ചെയ്യാറ്. മാക്സിമം 2 ഗ്രാം വരെയാണ് ആഡ് ചെയ്യാറ്. പൗഡർ ഫോമിൽ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ബേസ് ഇടുമ്പോൾ ഒപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഈസിലി ബ്ലെൻഡ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇനി ജ്യൂസ് ഫോമിൽ എന്തെങ്കിലും ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ജ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കറ്റാർവാഴയോ അല്ലെങ്കിൽ തുളസിയോ നീമോ എന്തെങ്കിലും അരച്ച് ജ്യൂസ് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ജ്യൂസ് ഫോമിലുള്ള എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നത് 2 മുതൽ 2.5 ml വരെയാണ് അതിൻ്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ക്ലേ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 1.5 ഗ്രാം മാത്രമേ നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ സോപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വഴുക്കലുള്ള ഒരു സംഭവമാണ്. അതിനകത്തോട്ട് ഈ ക്ലേയും കൂടി ചെല്ലുമ്പോൾ സോപ്പിന് ഒന്നും കൂടി സോപ്പ് സ്ലിപ്പറി ആയിട്ട് കയ്യിൽ നിന്ന് തെന്നി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇനി ക്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർ നമ്മൾ മെൽറ്റ് ചെയ്ത് പോർ ചെയ്യുന്ന സമയത്ത് മോൾഡിലോട്ട് ഒഴിക്കാതെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് അത് യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ക്ലേ യൂസ് ചെയ്യുന്നത്. ഇനി ഓയിൽ ഫോമിലുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാച്ചാൽ നമ്മൾ ഓയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആൽമണ്ട് ഓയിൽ ആവാം, ഒലിവ് ഓയിൽ ആവാം, കോക്കനട്ട് ഓയിൽ ആവാം, അതുപോലെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ആവാം. എസെൻഷ്യൽ ഓയിൽ ഒക്കെ ആകുമ്പോൾ ഒരു ഡ്രോപ്പ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇൻഫ്യൂസ്ഡ് ഓയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാഴ്ച കാലത്തോളം എന്താണോ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മഞ്ചിഷ്ട ആവാം അല്ലെങ്കിൽ നീം പൗഡർ ആവാം, എന്താണോ ഇൻഫ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഏത് ഓയിലാണോ, ആൽമണ്ട് ഓയിലാണോ കോക്കനട്ട് ഓയിലാണോ ആ എണ്ണയിൽ ഒരാഴ്ചത്തോളം ഡിപ്പ് ചെയ്ത് വെക്കാം, മുക്കി വെക്കാം. അപ്പൊ അത് നമുക്ക് ഇൻഫ്യൂസ്ഡ് ഓയിലായി. അങ്ങനെ ഏത് ഓയിലാന്ന് വെച്ചാലും നമ്മൾ മാക്സിമം 2 ഗ്രാം വരെ ആഡ് ചെയ്യാറുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു അഡിറ്റീവിന്റെ കൂടെയാണ് നമ്മൾ ഈ ഓയിലിനെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓയിൽ 1 ഗ്രാം ആക്കിയിട്ട്, പൗഡർ ഫോമിലുള്ള എന്തെങ്കിലും അതിന്റെ കൂട്ടത്തിലാണെങ്കിൽ 1 ഗ്രാം പൗഡറും 1 ഗ്രാം ഓയിലും ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് ജെൽ ഫോമിലുള്ള എന്തെങ്കിലും ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ അത് കുക്കുംബർ ജെല്ലാവാം, അലോവേര ജെല്ലാവാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ജെല്ല് ഏതാണോ അത് 100 ഗ്രാം സോപ്പിലോട്ട് 2 ഗ്രാം ജെല്ല് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഗ്ലിസറിൻ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡ്രോപ്പ് ഗ്ലിസറിൻ ഒക്കെ 100 ഗ്രാം സോപ്പിലോട്ട് 1 ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്ലിസറിൻ കൊടുക്കാൻ പറ്റും. ഗ്ലിസറിൻ 2 തരത്തിലുണ്ട്. നോർമലി നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്ലിസറിൻ ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ, കോസ്മെറ്റിക് ഗ്രേഡ് വെജിറ്റബിൾ ഗ്ലിസറിൻ കിട്ടും. ഈ നോർമൽ ഗ്ലിസറിൻ എന്ന് പറയുന്നത് പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്നും അനിമൽ ഫാറ്റിൽ നിന്നും ഒക്കെ ഡിറൈവ് ചെയ്ത് വരുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണെങ്കിൽ അത് പ്ലാന്റ് ഓയിൽസിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നത്. എഡിബിൾ ആയിട്ടുള്ള ഗ്ലിസറിനെയാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് നമുക്ക് അഡിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മെയിനായിട്ട് ഏതെങ്കിലും ഒരു പൗഡർ ആയിട്ട് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്ലേനെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിനാണ് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത്. ചില കേസസിൽ നമ്മൾ DM വാട്ടറും യൂസ് ചെയ്യാറുണ്ട്. DM വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡീമിനറലൈസ്ഡ് വാട്ടർ ആണ്. വെള്ളത്തിലെ സോൾട്ടുകളെയൊക്കെയും വേർതിരിച്ചെടുത്തിട്ട് വരുന്ന ഒരു ഫോമാണ് DM വാട്ടർ. നമ്മൾ നോർമൽ വാട്ടർ ഈ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നോർമൽ വാട്ടറിൽ ബാക്ടീരിയൽ ഗ്രോത്ത്, ഫംഗൽ ഗ്രോത്ത് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഡീമിനറലൈസ്ഡ് വാട്ടർ ആവുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് കൂടും. അതായത് നമ്മൾ എന്തെങ്കിലും ഈ പൊടികളൊക്കെ കുറുക്കിയെടുത്ത് ഒരു ഡീകോക്ഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് സോപ്പിൽ ആഡ് ചെയ്യുന്ന കേസസിലൊക്കെ നമ്മൾ നിർബന്ധമായും DM വാട്ടർ തന്നെ യൂസ് ചെയ്യാണ് നല്ലത്. നമ്മുടെ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DM വാട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി വൈറ്റമിൻ ഇ നമുക്ക് 2 തരത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ക്യാപ്സ്യൂൾ ആയിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഓയിൽ ആയിട്ട് ആഡ് ചെയ്യാം. ഇനി ക്യാപ്സ്യൂൾ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സോപ്പിലോട്ട് 100 ഗ്രാമിൻ്റെ ഒരു സോപ്പിലോട്ട് നമുക്ക് ഒരു ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. പക്ഷേ കോൺസെൻട്രേറ്റഡ് ഓയിൽ ആണെങ്കിൽ നമ്മൾ ഒരു ഡ്രോപ്പ് ഓയിൽ ആഡ് ചെയ്താൽ മതി. ചിലർ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമന്റിലൊക്കെ ചോദിക്കാറുണ്ട്, സോപ്പിന് പത കുറവാണ്, അലിച്ചിൽ കൂടുതലാണ്, സോപ്പിന് ബലക്കുറവുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമ്മൾ ഈ ചേർക്കുന്ന അഡിറ്റീവ്സ്, ഇത്രയും ഞാൻ പറഞ്ഞ അഡിറ്റീവ്സിന്റെ മെഷർമെന്റിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മുടെ സോപ്പിന് ഈ പത കുറയാനൊക്കെയുള്ള കാരണം. പ്രീമിയം ക്വാളിറ്റി ബേസ് ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ മെഷർമെന്റ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പക്ക നല്ല ഭംഗിയായിട്ടുള്ള സോപ്പ് തന്നെ കിട്ടും. ഇനി പ്രിസർവേറ്റീവ്സ്, നമ്മൾ 2 തരത്തിലാണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറ്. പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എപ്പിസോഡ് 2 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും പോയി കാണാം. അതിൽ നമ്മൾ 2 തരത്തിൽ യൂസ് ചെയ്യാറുള്ള പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് സ്മെല്ല്. സോപ്പായി കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് 2 തരത്തിൽ സ്മെല്ല് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ ഓയിൽ ആണെങ്കിൽ വളരെ ചെറിയൊരു സ്മെല്ലാണ് എസെൻഷ്യൽ ഓയിൽ തരാം. ഫ്രാഗ്രൻസ് ഓയിൽ പോലത്തെ നല്ല ഭയങ്കരമായിട്ടുള്ള മണമൊന്നും നമുക്ക് എസെൻഷ്യൽ ഓയിലിൽ കിട്ടില്ല. പക്ഷെ നാച്ചുറൽ ആണ്. എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നാച്ചുറൽ ആണ്. ഒരു ഡ്രോപ്പ് യൂസ് ചെയ്താൽ മതി. ഇനി സിന്തറ്റിക് ഫ്രാഗ്രൻസ് ഓയിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 100 ഗ്രാമിൻ്റെ ഒരു സോപ്പിലോട്ട് 1 ml വരെ നമ്മൾ സ്മെല്ല്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്മെല്ല് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സ്മെല്ല്. ഇനി നമ്മൾ സോപ്പിൽ ചേർക്കുന്നത് കളർ. ഫുഡ് കളർ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഫുഡ് കളർ ആഡ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഗ്രേഡ് കളർ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് കോസ്മെറ്റിക് ഗ്രേഡ് കളറും ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ 2 കളറുകൾ ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സോപ്പിന്റെ pH. സോപ്പിന്റെ pH നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. 8 മുതൽ 10 വരെയുള്ള pH ആണ് സോപ്പിന്റെ നോർമൽ സേഫ് റേഞ്ച് എന്ന് പറയുന്നത്. 11ന്റെ മുകളിൽ പോകുന്ന സോപ്പുകൾ ഉപയോഗിക്കാൻ തന്നെ പാടില്ല. സ്കിന്നിൽ ഇറിറ്റേഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മളെല്ലാവരും മഴക്കാലത്ത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സോപ്പ് സ്വെറ്റ് ആവുന്നത്, അതായത് സോപ്പ് വിയർക്കുക. നമ്മുടെ ഗ്ലിസറിൻ സോപ്പിൽ കാണുന്ന മെയിൻ ഒരു പ്രശ്നമാണ് സോപ്പ് സ്വെറ്റ് ആവുക എന്നുള്ളത്. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗ്ലിസറിൻ സോപ്പിൽ എന്തായാലും ഗ്ലിസറിൻ ഉണ്ടാവുമല്ലോ. ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമക്റ്റന്റ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ കണ്ടന്റിനെ അബ്സോർബ് ചെയ്യാൻ, അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഗ്ലിസറിന്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചാലോ അതൊരു എയർ ആയിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിനെ ഈ ഒരു ഗ്ലിസറിൻ അട്രാക്ട് ചെയ്ത് ആ ഒരു സോപ്പിന്റെ ഒരു ഉപരിതലത്തിൽ അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് സോപ്പ് സ്വെറ്റ് ആവുക എന്നുള്ളത്. ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഇതിന് പരിഹാരമൊന്നും കാണാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.